ശ്രീനാരായണ ഗുരു എന്ന പരമ്പരയുടെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. നാണു ആശാൻ. ആദ്യ പഠനം, അധ്യാപനം, അറിവിൻ്റെ സാമൂഹിക അർത്ഥം. പഠിച്ച മനുഷ്യൻ അറിവ് സ്വന്തം ഉയർച്ചയ്ക്കായി മാത്രം ഉപയോഗിച്ചാൽ അവൻ വ്യക്തിപരമായി വിജയിച്ചേക്കാം. പക്ഷേ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവച്ചാൽ അവൻ ഒരു സമൂഹത്തെ മാറ്റിത്തുടങ്ങും. നാണു ആശാന്റെ ജീവിതം അതിൻ്റെ തുടക്കമാണ്. ബാലനിൽ നിന്ന് അധ്യാപകനിലേക്ക്. ചെമ്പഴന്തിയിലെ ബാലൻ വളരുമ്പോൾ നാരായണൻ എന്ന പേര് സ്നേഹത്തോടെ ചുരുങ്ങി നാണുവായി. പിന്നീട് അദ്ദേഹം നാണു ആശാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ പേരുമാറ്റം വെറും വിളിപ്പേരിലെ മാറ്റമല്ല, കുട്ടിയിൽ നിന്ന് അറിവ് പങ്കുവയ്ക്കുന്ന അധ്യാപകനിലേക്കുള്ള വളർച്ചയുടെ അടയാളമാണ് അത്. നാണു സ്വയം പഠിക്കുന്നവനായി മാത്രം നിന്നില്ല, പഠിച്ചതിനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസം ഒരു വ്യക്തിപരമായ നേട്ടമല്ല, സാമൂഹിക ബന്ധമായിരുന്നു. അദ്ദേഹം പഠിച്ച അറിവ് അടച്ചുവെച്ചില്ല, അത് മറ്റുള്ളവരിലേക്ക് കൈമാറി. പഠനത്തിൻ്റെ ലോകം. നാണുവിൻ്റെ പഠനത്തിൽ മലയാളത്തിനും സംസ്കൃതത്തിനും പ്രധാന സ്ഥാനമുണ്ടായിരുന്നു. വേദം, ഉപനിഷത്തുകൾ, ദർശനം, വ്യാകരണം, കാവ്യം, ഔഷധവിദ്യ, പല മേഖലകളിലേക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നീണ്ടു. പക്ഷേ അദ്ദേഹം പാരമ്പര്യജ്ഞാനത്തെ അന്ധമായി സ്വീകരിച്ചില്ല. വേദാന്തം പഠിച്ചു, എന്നാൽ ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന വ്യാഖ്യാനങ്ങളെ ചോദ്യം ചെയ്തു. ആത്മീയത സ്വീകരിച്ചു, എന്നാൽ ആത്മീയതയുടെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന അധികാരത്തെ അംഗീകരിച്ചില്ല. ഇതാണ് നാണു ആശാന്റെ ബൗദ്ധിക വളർച്ചയിലെ പ്രധാന സവിശേഷത. അദ്ദേഹം പഠിച്ചത് അനുസരിക്കാനല്ല, മനസ്സിലാക്കാനും ചോദ്യം ചെയ്യാനും ആയിരുന്നു. അറിവ് ചിലരുടെ കൈവശം പൂട്ടിവെക്കേണ്ട സ്വത്തല്ല, അത് മനുഷ്യരെ തുറക്കേണ്ട ശക്തിയാണ്. നാണു ആശാന്റെ വിദ്യാഭ്യാസ ചിന്തയുടെ അടിത്തറ ഇതായിരുന്നു. അധ്യാപകനായ നാണു ആശാൻ. നാണു ആശാൻ എന്ന പേര് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പലതും പറയുന്നു. അദ്ദേഹം ജന്മം കൊണ്ട് അധികാരമുള്ള പുരോഹിതനായിരുന്നില്ല. അറിവിൻ്റെ അധ്യാപകനായാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിൻ്റെ പഠനവും അധ്യാപനവും സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിന്നു. ഭാഷയും ശാസ്ത്രഗ്രന്ഥങ്ങളും കുറച്ച് ആളുകളുടെ മാത്രം കൈവശം നിൽക്കരുതെന്നും അദ്ദേഹം ജീവിതത്തിലൂടെ തെളിയിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണുന്ന ലളിതവും ഗഹനവുമായ ഭാഷ ഈ പഠനത്തിൻ്റെ ഫലമായാണ്. തത്വചിന്ത പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ ഒതുങ്ങരുത്. ഒരു സാധാരണ മനുഷ്യനും തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്ന ഭാഷയിൽ അത് എത്തണം. ഇതാണ് പിന്നീട് ദൈവദശകം, ആത്മോപദേശ ശതകം തുടങ്ങിയ കൃതികളിൽ കൂടുതൽ വ്യക്തമായി കാണുന്നത്. പാരമ്പര്യത്തെ സ്വീകരിക്കുകയും ചോദ്യം ചെയ്യുകയും. നാണു ആശാൻ പാരമ്പര്യത്തിൽ നിന്ന് അകന്നു നിന്ന വ്യക്തിയല്ല. അദ്ദേഹം ഇന്ത്യൻ ദാർശനിക പാരമ്പര്യത്തെ ഗൗരവമായി പഠിച്ചു. എന്നാൽ പാരമ്പര്യത്തിൻ്റെ പേരിൽ എല്ലാം ശരിയാണെന്ന് കരുതിയില്ല. ഒരു ആചാരം മനുഷ്യനെ ഉയർത്തുന്നുണ്ടോ?
ഒരു മതവ്യാഖ്യാനം മനുഷ്യരെ തുല്യരായി കാണുന്നുണ്ടോ? ഒരു സാമൂഹിക നിയമം മനുഷ്യന്റെ അന്തസ്സിനെ സംരക്ഷിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ പ്രധാനമായി. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ പിന്നീട് വന്ന മതചിന്തയിൽ വിശ്വാസവും വിമർശനബോധവും ഒരുമിച്ച് നിലനിൽക്കുന്നത്. അദ്ദേഹം മതത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞില്ല. പക്ഷേ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന അനീതിയെ അംഗീകരിച്ചില്ല. അദ്ദേഹം പാരമ്പര്യത്തെ മുഴുവൻ നിരസിച്ചില്ല. പക്ഷേ പാരമ്പര്യത്തിൻ്റെ പേരിലുള്ള ജാതി അധികാരത്തെ ചോദ്യം ചെയ്തു. അറിവും ജാതി വ്യവസ്ഥയും. നാണു ആശാന്റെ കാലത്തെ കേരളത്തിൽ അറിവിനും ജാതിയുമായി ബന്ധമുണ്ടായിരുന്നു. ആരാണ് സംസ്കൃതം പഠിക്കേണ്ടത്? ആരാണ് വേദം വായിക്കേണ്ടത്? ആരാണ് അധ്യാപകനാകേണ്ടത്? ആർക്കാണ് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പ്രവേശനം? ഇതെല്ലാം സ്വതന്ത്രമായ വിദ്യാഭ്യാസ ചോദ്യങ്ങളായിരുന്നില്ല, സാമൂഹിക അധികാരത്തിൻ്റെ ചോദ്യങ്ങളായിരുന്നു. അറിവിനെ ചിലരുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റുമ്പോൾ മറ്റുള്ളവർ അറിവിൽ നിന്ന് അകറ്റപ്പെടുന്നു. അറിവിൽ നിന്ന് അകറ്റപ്പെട്ട മനുഷ്യരെ എളുപ്പത്തിൽ അടിച്ചമർത്താനും കഴിയും. ഈ യാഥാർത്ഥ്യം നാണു ആശാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പഠനം പിന്നീട് സാമൂഹിക വിമോചനത്തിൻ്റെ ഉപകരണമായി മാറിയത്. അറിവ് മനുഷ്യനെ ഉയർത്തണം. മനുഷ്യരെ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന അറിവ് യഥാർത്ഥ അറിവല്ല. നാണു ആശാന്റെ ഭാഷ. നാണു ആശാനിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിലേക്കുള്ള വളർച്ചയിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. സംസ്കൃത പഠനം അദ്ദേഹത്തിന് ദാർശനിക ആഴം നൽകി. മലയാളം അദ്ദേഹത്തിന് ജനങ്ങളോട് സംസാരിക്കാനുള്ള ഭാഷ നൽകി. ഈ രണ്ട് ലോകങ്ങളും ചേർന്നപ്പോഴാണ് ഗുരുവിൻ്റെ സവിശേഷമായ ഭാഷ രൂപപ്പെട്ടത്. അത് പണ്ഡിതന്മാരെ ആകർഷിക്കുന്ന തരത്തിൽ ഗഹനമായിരുന്നു. അതേസമയം സാധാരണ മനുഷ്യർക്കും മനസ്സിലാകുന്ന തരത്തിൽ ലളിതവുമായിരുന്നു. ഇതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൃതികളെ ജനങ്ങളിൽ എത്തിച്ചത്. ഒരു കുട്ടിക്ക് ചൊല്ലാൻ കഴിയുന്ന വരികളിൽ തത്വചിന്ത, ഒരു കുടുംബത്തിന് സ്വീകരിക്കാവുന്ന പ്രാർത്ഥനയിൽ അദ്വൈതബോധം, ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാവുന്ന വാക്കുകളിൽ സാമൂഹിക സമത്വം. ഗുരുവിൻ്റെ ഭാഷയുടെ ജനാധിപത്യ സ്വഭാവം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? അധ്യാപനം ഒരു സാമൂഹിക പ്രവർത്തനം. നാണു ആശാന്റെ അധ്യാപനം പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല. മനുഷ്യൻ സ്വയം ചിന്തിക്കണം എന്നായിരുന്നു അതിൻ്റെ ലക്ഷ്യം. മറ്റുള്ളവർ പറയുന്നതെല്ലാം അനുസരിക്കാതെ ചോദ്യം ചെയ്യണം. ജന്മത്തിൻ്റെ പേരിൽ ലഭിക്കുന്ന മേൽക്കോയ്മയെ നിരസിക്കണം. സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വയം തീരുമാനിക്കണം. ഈ ആശയങ്ങൾ പിന്നീട് ഗുരുവിൻ്റെ സാമൂഹിക പ്രവർത്തനത്തിൽ കൂടുതൽ വ്യക്തമായി. ക്ഷേത്രം സ്ഥാപിക്കുന്ന ഗുരുവും സംഘടന രൂപപ്പെടുത്തുന്ന ഗുരുവും വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗുരുവും ഇവരെല്ലാം ആദ്യം നാണു ആശാനിൽ നിന്ന് രൂപപ്പെട്ട അറിവിൻ്റെ സാമൂഹിക ബോധത്തിൻ്റെ വളർച്ചയാണ്. നാണു ആശാനിൽ നിന്ന് ഗുരുവിലേക്ക്. നാണു ആശാൻ അറിവ് പഠിച്ചു, പിന്നീട് അറിവ് പഠിപ്പിച്ചു. എന്നാൽ അതിനുശേഷം അറിവിൻ്റെ പരിധികളും തിരിച്ചറിഞ്ഞു. പഠനം ഉണ്ടായിരുന്നിട്ടും സമൂഹം അനീതിപൂർണമായിരുന്നു. ആത്മീയത ഉണ്ടായിരുന്നിട്ടും മനുഷ്യർ തമ്മിൽ
വേർതിരിവുണ്ടായിരുന്നു. മതം ഉണ്ടായിരുന്നിട്ടും മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല. ഈ വൈരുദ്ധ്യങ്ങളാണ് നാണുവാശാനെ കൂടുതൽ ആഴമുള്ള ആത്മാന്വേഷണത്തിലേക്ക് നയിച്ചത്. അദ്ദേഹം തിരിച്ചറിഞ്ഞു, വ്യക്തിയുടെ അറിവ് മാത്രം മതിയാകില്ല, സമൂഹത്തിൻ്റെ ബോധം മാറണം. ഇവിടെയാണ് ഒരു അധ്യാപകന്റെ ജീവിതം സാമൂഹിക ചിന്തകന്റെ ജീവിതമായി മാറിത്തുടങ്ങുന്നത്. നാണുവാശാന്റെ കാലഘട്ടം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ ബൗദ്ധിക അടിത്തറയാണ്. ഈ ഘട്ടത്തിൽ കുടുംബത്തിൽ നിന്ന് പഠന പാരമ്പര്യം ലഭിച്ചു. മലയാളവും സംസ്കൃതവും അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഭാഷകളായി. വേദാന്തവും പാരമ്പര്യജ്ഞാനവും പഠിച്ചു. ജാതി വ്യവസ്ഥയുടെ അറിവിന്മേലുള്ള നിയന്ത്രണം തിരിച്ചറിഞ്ഞു. അറിവ് ജനങ്ങളിലേക്കെത്തിക്കണം എന്ന ബോധം വളർന്നു. നാണു അധ്യാപകനായി മാറി. അധ്യാപനത്തിൽ നിന്ന് സാമൂഹിക ഉത്തരവാദിത്വത്തിലേക്ക് നീങ്ങി. അടുത്ത ഘട്ടത്തിൽ നാണുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന പ്രധാന വ്യക്തികളാണ് തൈക്കാട് അയ്യാസ്വാമികളും ചട്ടമ്പി സ്വാമികളും. അവിടെ നമുക്ക് കാണാം നാണു ആശാന്റെ ആത്മീയതയും ബൗദ്ധികവുമായ യാത്ര എങ്ങനെ കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങി എന്ന്. നാണു ആശാൻ അറിവ് പഠിപ്പിച്ചു. പക്ഷേ പിന്നീട് ഗുരു ലോകത്തോട് പഠിപ്പിച്ചത് ഇതായിരുന്നു: അറിവ് മനുഷ്യനെ സ്വതന്ത്രനാക്കണം. അടുത്ത എപ്പിസോഡിൽ തൈക്കാട് അയ്യയും ചട്ടമ്പി സ്വാമികളും ഗുരുപാരമ്പര്യവും ബൗദ്ധിക ഉണർവും. ശ്രീനാരായണ ഗുരു എന്ന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിനായി നിങ്ങൾ കാത്തിരിക്കുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.